നൃത്ത പരീക്ഷണങ്ങളിലൂടെ വിസ്മയം സൃഷ്ടിക്കുകയാണ് ദിൽന ദിനേശ്. പുരാണ കഥകളെ നൃത്തശില്പങ്ങളാക്കി പുതുതലമുറയിലേക്ക് പകരുകയാണ് ഈ കലാകാരി. ഇതോടൊപ്പം പ്രവാസ ലോകത്തെ കുട്ടികൾക്ക് നൃത്തത്തിലൂടെ ഭാരത സംസ്കാരം പകർന്നു നൽകാനാണ് ശ്രമിക്കുന്നത്. നൃത്തത്തെ അങ്ങേയറ്റം അർപ്പണ മനോഭാവത്തോടെ ഉപാസിച്ച് കലാരംഗത്ത് തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിച്ച നർത്തകർ ഇന്ത്യക്കകത്തും പുറത്തും ഏറെയുണ്ട്. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട പേരുകളിൽ ഒന്നാണ് തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിനി ദിൽന ദിനേശ്. വ്യത്യസ്തമായ ആശയം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും നൃത്തലോകത്ത് വേറിട്ട പാത ഒരുക്കുകയാണ് ദുബായിൽ പ്രവാസിയായ ഈ കലാകാരി. പുരാണ കഥകൾക്ക് നൃത്തത്തിൽ പുതുവഴികൾ തീർക്കുകയാണ് ദിൽന. കുട്ടിക്കാലത്ത് കേട്ടതും കലകളിലൂടെ കണ്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായ പുരാണ കഥകൾ ദിൽനയുടെ ഉള്ളിൽ നിറമങ്ങാതെ കത്തുന്നുണ്ടായിരുന്നു. അത് പ്രവാസ ലോകത്തെ പുതുതലമുറയിലേക്ക് പകരുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു നൃത്തശില്പങ്ങൾ ഒരുക്കുവാൻ ആരംഭിച്ചത്. പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഞാൻ ക്ലാസിക്കൽ സ്റ്റൈൽ തന്നെയാണ് ചെയ്യാറുള്ളത്. അതായത് നമ്മളുടെ പുരാണ കഥകൾ എടുത്തുകൊണ്ടുള്ള പ്രൊഡക്ഷൻസ് ആണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ പിബിരേ രാമരസം, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്തത് കണ്ടേനെ ഗോവിന്ദന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് പലർക്കും ഈ പുരാണ കഥകളൊന്നും അറിയില്ല. പിന്നെ ഈ വിഷ്വലി ഇവർക്ക് കാണുമ്പോൾ ശരിക്കും ഒരു ഫിലിം കാണുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ ഒരു പുരാണ കഥകൾ കുറച്ചെടുത്ത്, അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവരും കണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിത് മനസ്സിലാവണം. കാരണം അത് ക്ലാസിക്കൽ നോർമലി ചിലപ്പോൾ പലർക്കും ഒരു സാധാരണ ഒരു വ്യൂവർക്ക് കണ്ടാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് അവതരിപ്പിക്കാറുള്ളത്. കാരണം നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ കാണാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ ദുബായിലൊക്കെ പല കാര്യങ്ങൾ ഇത്തരത്തിലുള്ളത് നമുക്ക് കാണാനുള്ള അവസരങ്ങൾ കുറവാണ്. അപ്പം അതുകൊണ്ട് അത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അതാണ്. ചുരുങ്ങിയ കാലത്തിനിടയിൽ പുരാണ കഥകളെ 4 നൃത്തശില്പങ്ങളായും ഒരു നാട്യനാടകമായും അരങ്ങിലെത്തിച്ചു കഴിഞ്ഞ ദിൽന ഇതിഹാസങ്ങളുടെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെയാണ് ചുവടുകൾ ഒരുക്കുന്നത്. ഓരോ കഥാസന്ദർഭവും അതിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ ഉൾക്കൊണ്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു സംഘം ഒപ്പമുണ്ടെന്നുള്ളതാണ് ദിൽനയുടെ ഏറ്റവും വലിയ ബലം. എനിക്ക് തോന്നുന്നു ഒരു 4 നൃത്തശില്പവും ഒരു നാട്യനാടകമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിൽ ചെയ്തിരിക്കുന്നത് കണ്ടേനെ ഗോവിന്ദന എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ ആയിരുന്നു. അതിനു മുന്നേ പിബിരേ രാമരസം എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവണേശ്വരൻ, കൃഷ്ണവൈഭവം, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദശാവതാരം ചെയ്തിട്ടുണ്ട്. ഓരോ അവതരണം കഴിയുമ്പോഴും ലഭിക്കുന്ന പ്രോത്സാഹനമാണ് വീണ്ടും അരങ്ങിലെത്താനുള്ള ഊർജം. ഓരോ വർഷവും നൃത്തശില്പത്തിനായി കാത്തിരിക്കുന്നവർ ഏറെയാണ്. എനിക്ക് തോന്നുന്നു ഓരോ വർഷവും നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ഷനുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറേ ഓഡിയൻസ് ഇവിടെ ഉണ്ട്. എല്ലാ പ്രാവശ്യം എൻ്റെ അടുത്ത് ഇപ്പോൾ ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ ചോദിക്കാറുണ്ട് പലരും, ഒരു 6 months ആകുമ്പോഴേക്കും നെക്സ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങിയോ. എനിക്ക് വളരെയധികം സപ്പോർട്ടാണ് ഓരോ പ്രോഗ്രാംസ് കഴിയുമ്പോഴും ഓരോ പ്രൊഡക്ഷൻസ് കഴിയുമ്പോഴും ഇവിടുത്തെ ഈ ദുബായിലെ നമ്മളുടെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോ വർഷവും നമ്മൾ അടുത്തതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടൊരു ഉത്തരവാദിത്തോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അതായത് അടുത്ത വർഷം എന്ത് ചെയ്യണം. കാരണം അവരത്രയും വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യം. അതൊരു ഉത്തരവാദിത്വമാണ്, ഒരു സന്തോഷമാണ് അത് ചെയ്യുന്നതിൽ. ദുബായിലെ വർണ്ണ നൃത്തകലാക്ഷേത്രയുടെ അമരക്കാരിയായ ദിൽന കാലാതീതമായ കലയിൽ തൻ്റെതായ ഇടമൊരുക്കുകയാണ്. 4 വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു വരുന്ന ദിൽന ചെറുപ്രായത്തിൽ തന്നെ ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഓട്ടംതുള്ളലും കേരള നടനവുമെല്ലാം സ്വായത്തമാക്കി. ചെറുപ്പത്തെ കാലഘട്ടത്തിൽ ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കേരള നടനം, ഓട്ടംതുള്ളൽ ഇതൊക്കെ അഭ്യസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കുച്ചിപ്പുടിയിൽ മാത്രമാണ്. ഡിപ്ലോമ ചെയ്തിരിക്കുന്നത് മോഹിനിയാട്ടത്തിലാണ്.
പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ കീഴിലായിരുന്നു പരിശീലനം. സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ സംസ്ഥാന തലത്തിലടക്കം സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഈ പ്രതിഭ. സ്റ്റേറ്റ് ലെവൽ വരെ പോയി സമ്മാനം നേടിയിട്ടുണ്ട്. അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഓട്ടംതുള്ളൽ, കുച്ചിപ്പുടി, മോഹിനിയാട്ടത്തിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പങ്കെടുക്കുമായിരുന്നു. അതുപോലെ തന്നെ സമ്മാനങ്ങളും നിരവധി ലഭിച്ചിട്ടുണ്ട്. വിവാഹിതയായി UAE എത്തിയപ്പോഴും ദിൽന നൃത്തത്തോടുള്ള അഭിനിവേശം കൈവിട്ടില്ല. മാത്രമല്ല അത് കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. നൃത്തപഠനവും തുടരുകയായിരുന്നു. ആക്ച്വലി ഡാൻസ് ഒരു പ്രൊഫഷനായിട്ട് കൊണ്ട് നടക്കണം എന്ന് തന്നെയായിരുന്നു. കാരണം അതിൻ്റെ ഒരു പാഷനായിരുന്നു ചെറുപ്പം മുതൽ തന്നെ. അപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എനിക്ക് നൃത്തമായി മുന്നോട്ട് പോകണം. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഞാൻ അതിനുശേഷം പഠിക്കാൻ തുടങ്ങി കൂടുതലായിട്ട്. ഇപ്പോൾ ഡിപ്ലോമ ചെയ്തു, സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതങ്ങനെ ഒരു നാച്ചുറൽ പ്രോസസ്സായിരുന്നു. ഇപ്പോൾ ദിൽന അൽക്കൂസിൽ 100ഓളം കുട്ടികളെ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയവ അഭ്യസിപ്പിക്കുന്നുണ്ട്. പ്രവാസ ലോകത്തെ കുട്ടികൾക്ക് നൃത്തത്തിലൂടെ ഭാരത സംസ്കാരം പകർന്നു നൽകാനാണ് ശ്രമിക്കുന്നത്. ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായി ഓൺലൈൻ ക്ലാസുകളും എടുക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ദിൽനയെ തേടിയെത്തുന്നു. കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് ആരംഭിച്ച നൃത്തപഠനം വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിൽ ഓൺലൈനിലൂടെ നൃത്തപഠനം സാധ്യമെന്ന് തെളിയിച്ച ആദ്യ മലയാളി നർത്തകിമാരിൽ ഒരാളാണിവർ. ഞാൻ ആദ്യം വീട്ടിലൊരു സാധാരണ ഒരു ഡാൻസ് ക്ലാസ് ആയിട്ട് തുടങ്ങുന്നത്. 2-3 കുട്ടികളെ വെച്ചിട്ട് ഒരു സാധാരണ ഒരു ഡാൻസ് ക്ലാസ് ആയിട്ടാണ് തുടങ്ങിയിരുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്രോഗ്രാംസുകൾ ചെയ്തു തുടങ്ങി. കുറേ കുട്ടികൾ വന്നു തുടങ്ങി. അതിന് ശേഷമാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തുടങ്ങി. നൃത്തരംഗത്ത് പരീക്ഷണങ്ങൾ നടത്തി മുന്നേറുന്ന ദിൽന UAEയുടെ ദേശീയഗാനത്തെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിലേക്ക് സന്നിവേശിപ്പിച്ചത് നവ്യ അനുഭവമായിരുന്നു. എമിറാത്തി പൗരന്മാരുടെ അടക്കം അഭിനന്ദനങ്ങൾ ദിൽനയെ തേടിയെത്തി. ഒരു വർഷത്തോളം മനസ്സിലുണ്ടായിരുന്നൊരു തോട്ടായിരുന്നു ഇന്ത്യൻ ക്ലാസിക്കൽ വേർഷനിൽ UAE നാഷണൽ ആന്തം ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതിന് കുറേ പ്രോബ്ലംസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത് നമ്മളിവിടെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുറേ എമിറാത്തി ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ വളരെയധികം സപ്പോർട്ടായിരുന്നു ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ. അങ്ങനെ പക്ഷേ ഇത് കൊറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി എനിക്കൊരു മാസം എടുത്തിട്ടുള്ളൂ. പക്ഷേ അതിന് മുന്നേ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇതിനൊരു ലെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് അല്ല. അപ്പോൾ ആ ലാംഗ്വേജ് മാറ്റിയിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനുശേഷം അത് കൊറിയോഗ്രാഫി ചെയ്ത് അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ ഒരു നാഷണൽ ആന്തം ചെയ്ത്. ഈ രാജ്യത്തോടുള്ള ആ സ്നേഹം അതാണ് മെയിനായിട്ട് എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രോത്സാഹനം കിട്ടിയത്. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് അതിൽ സപ്പോർട്ട് തന്നത് ഇവിടുത്തെ എമിറാത്തി ഫ്രണ്ട്സ് തന്നെയാണ്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും നൃത്തം പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകരുതെന്ന് ഈ കലാകാരിക്ക് നിർബന്ധമുണ്ട്. അതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എനിക്കിത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം സാമ്പത്തികമായിട്ടും പല പ്രശ്നങ്ങളെ കൊണ്ടും പഠിക്കാൻ സാധിക്കാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇപ്പോൾ കുറച്ചൊരു സമയം കഴിഞ്ഞ് അതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു സൈഡും കൂടെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ആർട്സ് എന്ന് പറയുന്നൊരു ഇപ്പോൾ പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഭരതനാട്യം, മോഹിനിയാട്ടം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ക്യാഷുള്ളവർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരെങ്കിലും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഈ ഒരു ആർട്ട് ഫോം പഠിച്ച് അടുത്തൊരു ജനറേഷനിലേക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ ഒരു ഭാഗ്യമായിരിക്കും ഞാൻ കണക്കാക്കണം. പക്ഷെ എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ശ്രമങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി മുന്നോട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം. ഒപ്പം തന്നെ നല്ല നല്ല പ്രോഗ്രാംസുകൾ ചെയ്യാൻ സാധിക്കണം, നല്ല പ്രൊഡക്ഷനുകൾ ചെയ്യാൻ സാധിക്കണം. എല്ലാ ആർട്ടിസ്റ്റിനെ പോലെ തന്നെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഒരു സൈഡിൽ നന്നായി തന്നെ ഉണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നൃത്തത്തിലെ പുതുമകൾ തേടിയുള്ള ദിൽനയുടെ യാത്രകൾ തുടരുകയാണ്.